നല്ല അടിപൊളി സിനിമ. ഇതിനു മുമ്പും പല സിനിമകളും ഇന്ത്യൻ മിത്തോളജി അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം പാളിപ്പോവുകയാണ് ചെയ്തത്, പ്രത്യേകിച്ച് ആദിപുരുഷ് പോലുള്ള സിനിമകൾ. എന്നാൽ കൽക്കി 2898 AD ഈ കാര്യത്തിൽ ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. സൈഫൈ എന്ന ജോണറിലേക്ക് മഹാഭാരതം മിക്സ് ചെയ്യുകയും അത് നല്ല രീതിയിൽ തന്നെ സിനിമയിൽ പ്രസൻറ്റ് ചെയ്യാനും സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന മഹാഭാരത യുദ്ധം അത് വളരെ നല്ല രീതിയിൽ തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ VFX ഒക്കെ ഏറെക്കുറെ മികച്ചത് തന്നെയായിരുന്നു. അമിതാഭ് ബച്ചൻ ചെയ്യുന്ന അശ്വത്ഥാമ എന്ന ക്യാരക്ടറിനാണ് കൂടുതൽ സിനിമയിൽ സ്ക്രീൻ സ്പേസ് ഉള്ളത്. അദ്ദേഹത്തിന് ഈ പ്രായത്തിലും മാരക സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. ഓരോ സീനും വേറെ ലെവലായിരുന്നു. അമിതാഭ് ബച്ചൻ വരുന്ന സീനുകൾ മാത്രം. ആ ക്യാരക്ടർ വരുമ്പോഴാണ് സിനിമ കുറച്ചുകൂടി മികച്ചതാവുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ പ്രഭാസിൻ്റെ ഭൈരവ എന്ന കഥാപാത്രം, ആ കഥാപാത്രത്തെ ഒരു കോമഡി ആക്ഷൻ ഹീറോ എന്ന രീതിയിലാണ് സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ കഥാപാത്രം ചെയ്യുന്ന കോമഡികളൊന്നും എനിക്ക് വർക്കായിട്ടില്ല. വർക്കായവരുണ്ടാകും, എനിക്ക് പേഴ്സണലി വർക്കായിട്ടില്ല, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ സിനിമ കുറച്ചുകൂടി സീരിയസ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് സിനിമ കിട്ടുവാണ്, വേറെ ലെവലാണ്. അതുപോലെ തന്നെ VFX രംഗങ്ങളൊക്കെ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ നമ്മൾ ഇതുവരെ കണ്ട ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മികച്ച VFX ഉള്ളത് ഈ സിനിമയിലാണെന്ന് പറയാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ വേൾഡ് ബിൽഡിംഗ് ആണ്. കൃത്യമായ എല്ലാ ക്യാരക്ടറിനും അതിൻ്റേതായ പ്രാധാന്യമുള്ളതുപോലെ എനിക്ക് തോന്നി. ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. ഒരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കരുത്. അത്രയും മികച്ച സിനിമയാണ്. വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെയുള്ള ഇന്ത്യൻ സിനിമകൾ വരാറുള്ളൂ. അതുകൊണ്ട് ഉറപ്പായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ സിനിമയിൽ സൂപ്പർമാൻ, സ്റ്റാർ വാർസ്, ഡ്യൂൺ എല്ലാ സിനിമകളുടെയും ഇൻസ്പിറേഷൻ ഉള്ളതായി കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ അത് വളരെ നല്ല രീതിയിൽ തന്നെ സിനിമയുടെ കഥയുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. കട്ട വെയിറ്റിംഗ് ഫോർ രണ്ടാം ഭാഗം. കാരണം ഈ സിനിമയ്ക്ക് ഒരുപാട് സാധ്യതയുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം സാധ്യതകളുണ്ട്. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ട് ഓരോരോ സിനിമ വേണമെങ്കിൽ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് ഇറക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഇന്ത്യൻ മൈത്തോളജിയൊക്കെ അഡാപ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒന്നാവുത്ര ചെയ്തതുപോലെ ഓരോരോ ആദിപുരുഷ് അങ്ങനെയുള്ള ഒരുപാട് കോണറ്റ സിനിമകൾ ഉണ്ടാക്കുന്നതല്ല മൈത്തോളജി അഡാപ്റ്റേഷൻ. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള സത്യാന്തമായ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.